ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, PSC പഠിക്കുന്നതിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും വീട്ടമ്മമാരോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളോ ആയിരിക്കും. ഞാനും അതുപോലെ തന്നെ കല്യാണത്തിന് ശേഷം 2 മക്കളും ആയതിനു ശേഷമാണ് PSC പഠനം തുടങ്ങിയത്. PSC പഠിക്കുന്ന വീട്ടമ്മമാര് ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളും നമുക്ക് പഠനം ഈസി ആക്കാനായിട്ട് ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. PSC ക്വാളിഫൈ ചെയ്ത പലരുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ 6 മാസം കൊണ്ട് ക്രാക്ക് ചെയ്തു, 1 വർഷം കൊണ്ട് ക്രാക്ക് ചെയ്തു എന്നൊക്കെ കണ്ടിട്ട് അത്തരത്തിലുള്ള മോട്ടിവേഷനൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കേണ്ട കാര്യമാണ് നമ്മളുടെ സാഹചര്യം, നമ്മുടെ അവസ്ഥ, ഇതൊക്കെ എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ സ്വയം മനസ്സിലാക്കുക. അതിനുശേഷം ഈ 6 മാസം എന്നത് ഒരു ഹൗസ് വൈഫിനെ കൊണ്ട് ഒരിക്കലും ആ ഒരു സമയപരിധിക്കുള്ളിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. യാതൊരു ബേസും ഇല്ലാത്ത ആൾക്ക് ഒട്ടും പറ്റത്തില്ല എന്നുള്ള ഒരു വാസ്തവം മനസ്സിലാക്കിയിട്ട് തന്നെ ഇതിനകത്തേക്ക് പഠിക്കാൻ ഇറങ്ങുക. ഒരു 1.5 to 2 വർഷം നമുക്ക് തന്നെ ടൈം അനുവദിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ. അതിന് കഴിയാത്തവര്, നമുക്ക് അതിനുള്ള സമയമില്ല, അത്രയും ക്ഷമയോടെ എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ആദ്യം തന്നെ ഇത് ഒഴിവാക്കി നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആത്മാർത്ഥമായിട്ട് ജോലി കിട്ടണം എന്ന ആഗ്രഹമുള്ളവർ 1.5 to 2 വർഷം സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് തന്നെ വേണം ആദ്യം തന്നെ ഇതിനകത്തേക്ക് ഇറങ്ങി വരാനായിട്ട്. അപ്പം നമുക്ക് അത്രയും സമയം അലോട്ട് ചെയ്യുക. ഇതിനുള്ളിൽ നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു 2020 കാലയളവിലാണ് പഠിക്കാൻ തുടങ്ങിയത്. 2025 റാങ്ക് ലിസ്റ്റിൽ വന്നത്. അപ്പം നിങ്ങൾ കരുതും ഈ 2 വർഷം പോരായിരുന്നു എനിക്ക് പഠിക്കാനെന്ന്. പക്ഷേ എൻ്റെ കാര്യത്തിൽ 2 വർഷം കൊണ്ട് ഞാൻ പഠിച്ച് സെറ്റായി. പക്ഷേ ഇതിനോടിടയ്ക്ക് എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങളും ഹോസ്പിറ്റൽ കാര്യങ്ങളും വന്നതുകൊണ്ട് വലിയൊരു ടൈം ഗ്യാപ്പ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ എക്സാം എഴുതി ക്രാക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു 1.5 to 2 വർഷം ഉണ്ടെങ്കിൽ സുഖമായിട്ട് PSC ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ആ കാര്യം നമ്മളെ തന്നെ പറഞ്ഞ് സെറ്റാക്കി വെക്കുക. പിന്നെ നമ്മൾ വീട്ടമ്മമാരായിട്ടിരിക്കുന്നവരുടെ ഒരു പ്രധാന പ്രശ്നമാണ്, നമ്മളെല്ലാ പണികളും ഒതുക്കിയ ശേഷം നമ്മൾ പെർഫെക്ഷനിസ്റ്റിൻ്റെ ആൾക്കാരാണല്ലോ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന ശേഷമേ പഠിക്കാനായിട്ട് ഇരിക്കത്തുള്ളൂ. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ വീട്ടിലെ ജോലികൾ, ഇതൊക്കെ മാറ്റി വെക്കാൻ പറ്റുന്ന കുറേ ജോലികളൊക്കെ മാറ്റി വെക്കുക. പഠിക്കാൻ ഇറങ്ങുമ്പോൾ പഠിത്തമായിരിക്കണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫുൾ ടൈം നമ്മൾ ഉണർന്നിരിക്കുന്ന എല്ലാ സമയവും നമ്മുടെ തലയിൽ കൂടി ഇത് മാത്രമേ ഓടാവുള്ളൂ. ഉണർന്നിരിക്കുന്ന എല്ലാ സമയവും നമ്മുടെ തലയിൽ കൂടി ഇത് തന്നെ ഓടിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ നമ്മുടെ നോട്ട്ബുക്ക് ആ സ്വപ്നം കാണുള്ളൂ. അപ്പോൾ പലർക്കും അത് അനുഭവമുള്ള കാര്യമായിരിക്കും. ഇപ്പം റാങ്ക് ലിസ്റ്റിലും അല്ലെങ്കിൽ പഠിക്കുന്നവർക്കൊക്കെ അനുഭവമുള്ള കാര്യമായിരിക്കും. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും സ്വപ്നത്തിൽ നമ്മൾ പഠിക്കുന്ന പേജുകൾ വരും. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇരുന്ന് പഠിക്കാനൊക്കെ ചിലപ്പോൾ ഒരു ദിവസം ഒരു 2 to 3 മണിക്കൂർ സമയമൊക്കെ വീട്ടമ്മമാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഈ ഇരുന്ന് പഠിക്കാൻ കിട്ടുന്ന സമയത്ത് മാത്രം പഠിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാലയളവിനുള്ളിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്ന എല്ലാ സമയവും നമ്മുടെ തലച്ചോറിനെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മളെപ്പോഴും പഠിക്കണം എന്നുള്ളത്. അതായത് ഇപ്പോൾ ഫോണുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഇപ്പം ഉണ്ടല്ലോ. അപ്പം നമുക്ക് യൂട്യൂബ് ക്ലാസ്സുകൾ, ഫോണിൽ ഇഷ്ടംപോലെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ട് ഹെഡ്സെറ്റ് വെച്ചോ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും കേട്ട് പഠിക്കാം. അല്ലെങ്കിൽ നമ്മൾ നടക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു പേപ്പറോ അല്ലെങ്കിൽ ബുക്കോ എല്ലാം എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ഒരു ലെവലിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാം. പിന്നെ മാറ്റി വെക്കാൻ പറ്റുന്ന ജോലികൾ കുറേയൊക്കെ മാറ്റി തന്നെ വെക്കുക. അപ്പോൾ ഈ പഠിത്ത കാലയളവിൽ കുറച്ച് ജോലി മാറ്റി വെച്ചു എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഭാവിയിലേക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വീട്ടിലെ കംപ്ലീറ്റ് ജോലിയും തീർത്ത് മുറ്റടി വരെ കഴിഞ്ഞിട്ടായിരിക്കും ചിലരൊക്കെ പഠിക്കാനിരിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. ഒരു 2 ദിവസം മുറ്റടിച്ചില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാവിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഒരു 2 ദിവസം പഠിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം ബാക്കിലേക്ക് പോകും. കാരണം ഇത് ഒത്തിരി മെമ്മറി വേണം. നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ തലയിലേക്ക് കയറ്റി വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് എടുത്താൽ തന്നെ നമുക്ക് അത്രയും ലാഗ് വരെ നമ്മളിത് മറക്കും. പിന്നെ നമ്മളെല്ലാ ജോലിയും ഒറ്റയടിക്ക് തീർത്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പഠിക്കാനിരിക്കാം എന്ന് കരുതരുത്. കുറച്ച് അത്യാവശ്യപ്പെട്ട ജോലികൾ ആദ്യം ചെയ്തു വെക്കുക. ചെയ്തു വെച്ചതിന് ശേഷം നമ്മളിരുന്ന് പഠിക്കുക. കുറച്ച് നേരം പഠിച്ചു കഴിയുമ്പോൾ എന്തായാലും നമുക്ക് ബോറടിക്കുമെന്ന് എണീക്കാനും നടക്കാനും ഒക്കെ തോന്നും. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ, ബോറടിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ മിക്കവാറും പേര് പഠിക്കുന്നത് ഫോണിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഫോണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ബോറടിച്ചും അടുത്തെന്ന് തോന്നുമ്പോൾ വീണ്ടും ഫോണിൽ തന്നെ റീൽസ് കാണുന്നു, വീഡിയോസ് കാണുന്നു. അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മൾ ഫോണിൽ പഠിക്കുന്നു, ബുക്കിൽ എഴുതി പഠിക്കുന്നു ഒക്കെ ചെയ്യുക. അതിനുശേഷം ബോറടിക്കുമ്പോൾ നമ്മൾ ബാക്കി വെച്ചേക്കുന്ന കുറച്ച് പണിയുണ്ടല്ലോ, ആ പണി പോയി അങ്ങ് ചെയ്യുക. അപ്പോൾ പണിയും തീരും, നമ്മുടെ ബോറടിയും മാറും, കാര്യങ്ങളെല്ലാം നടക്കും. ഞാൻ ചെയ്ത വഴികളാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഇതാണ് ശരി എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും.
എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. കാരണം ഞാൻ പഠിത്തം തുടങ്ങിയപ്പോൾ 2 മക്കളെയും വെച്ചിട്ടാണ് പഠിത്തം തുടങ്ങിയത്. 3 വയസ്സും 5 വയസ്സുള്ള മക്കളെ വെച്ചിട്ട് ആണ് ഞാൻ പഠിത്തം ആരംഭിച്ചത്. ഇപ്പം എനിക്ക് 3 പിള്ളേരുണ്ട്. ഏറ്റവും ഇളയ ആൾക്ക് 5 വയസ്സ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ 3 കുട്ടികളെയും വെച്ചുകൊണ്ട് പഠിച്ചു വന്നയാളാണ് ഞാൻ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. അല്ലാതെ ഞാൻ ഒരിക്കലും ഫ്രീ ആയിട്ട് കുറേ സമയം ഇരുന്നൊന്നും ഞാൻ പഠിച്ചിട്ടുള്ള ആളേ അല്ല. പിന്നെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഉറക്കമുളച്ചിരുന്ന് പഠിക്കാം. ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്. കാരണം നമുക്ക് നല്ലതായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വരും. എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. കാരണം ഞാൻ ഉറക്കമുളച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഉറക്കമുളച്ച് പഠിച്ച പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ നിൽക്കത്തില്ല. പിന്നെ നമുക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് വരും മുന്നോട്ട് ഭാവിയിൽ. അപ്പോൾ ഉറക്കമുളച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഉണർന്നിരിക്കുന്ന എല്ലാ സമയവും പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. പണ്ടൊക്കെ നമ്മൾ പല ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, PSC ക്രാക്ക് ചെയ്ത കുറേ പേര് ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ച് പഠിക്കുന്നു, അങ്ങനെയൊക്കെ. അതൊക്കെ ശരിക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ മാത്സിൻ്റെ കുറേ ഇക്വേഷൻസ് കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കാറുണ്ട്. ചില പോർഷൻസ് ഒന്നും നമുക്ക് ഒട്ടും തലേ കയറില്ലാത്ത ചില കാര്യങ്ങളും ഇക്വേഷൻസും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഭിത്തിയിൽ നിറച്ച് കുറേ മാത്സിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതായത് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന റൂം ഏതാണോ അവിടെ ഒട്ടിച്ച് വെക്കണം കേട്ടോ. ഞാൻ കിടക്കുന്ന റൂമിൽ അതായത് നമ്മൾ കിടക്കുന്നു, നേരെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന ആ ഒരു ഭിത്തി ഉണ്ടല്ലോ, ആ ഭിത്തിയിൽ നിറച്ച് മാത്സിൻ്റെ ഇക്വേഷൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, മാറി മാറിപ്പോകും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് പഠിച്ച ആളാണ്. അതൊക്കെ ഇപ്പോഴും ആ ഭിത്തിയിൽ ഞാൻ ഒട്ടിച്ച് വെച്ചേക്കുന്ന ചാർട്ട് പേപ്പറിന് ഞാൻ ബോർഡർ കൊടുത്തേക്കുന്ന കളറും അതിലെഴുതിയേക്കുന്ന ഹെഡിങ്ങിൻ്റെ കളറും അടക്കം എല്ലാം ഇപ്പോഴും എൻ്റെ കണ്ണിലിങ്ങനെ തെളിഞ്ഞ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണത്. പിന്നെ നമ്മൾ എന്ത് ജോലി ചെയ്യുവാണെങ്കിലും ആ കൂടെ പഠിത്തം കൂടെ അങ്ങ് കൊണ്ടുപോയേക്കുക. അടുക്കളയിൽ കുക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങളായിരിക്കും. കുറേ പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നതുമായിരിക്കും കേട്ടോ. അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫോണിൽ റെക്കോർഡ് ഓണാക്കി വെച്ചേക്കുക. ഏറ്റവും പാടുള്ളൊരു പോർഷൻ കുറേ തവണ കേട്ട് അതങ്ങ് പഠിക്കുക. പിന്നെ ഈ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുമല്ലോ, അതൊക്കെ അങ്ങ് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അത് കേട്ടോണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് ഫോണിൽ കുറേ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് വെക്കാം. ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നമുക്ക് തുണി അലക്കാം. ആ സമയത്തും പഠിക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എൻ്റെ ഭാവിയിലേക്ക് എനിക്ക് ഗുണപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും, അവൾ കാണിച്ചത് ഭ്രാന്തല്ല, മനസ്സിൽ അത്രത്തോളം ആഗ്രഹം ഉണ്ടായിട്ടാണ് അത് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ അധികം ആരെയും ഒരു കാര്യങ്ങളും ബോധ്യപ്പെടുത്താൻ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാണെന്ന് തോന്നുന്നത് ചെയ്തു തന്നെ മുന്നോട്ട് പോവുക. നമുക്ക് ഇരുന്ന് പഠിക്കാൻ കിട്ടുന്ന സമയങ്ങളിലുണ്ടല്ലോ, നമ്മൾ അത്തരത്തിലുള്ള സബ്ജക്റ്റ് എടുത്തേ പഠിക്കാവുള്ളൂ. അതായത് മാത്സ്, നമുക്ക് കറണ്ട് അഫയേഴ്സ് എഴുതിയെടുക്കാൻ കാണും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുന്ന് പഠിക്കാൻ ഒരു ദിവസത്തിൽ ഒരു 2 മണിക്കൂറേ കിട്ടിയുള്ളൂ എന്ന് കരുതുക. അപ്പോൾ ഈ സമയത്ത് മാത്സിനും കറണ്ട് അഫയേഴ്സിനും ഇങ്ങനെ എഴുതിയെടുക്കേണ്ട, വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ട അങ്ങനത്തെ സബ്ജക്റ്റിനായിട്ട് ഉപയോഗിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനും ഒക്കെ അങ്ങനത്തെ സമയം ഉപയോഗിക്കുക. അല്ലാതെ നമുക്ക് ഇരുന്ന് പഠിക്കാൻ എപ്പോഴും ഇരുന്ന് തന്നെ പഠിക്കാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. പിള്ളേർ ചുറ്റും നടന്ന് ബഹളം വെക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കാൻ കാണും വീട്ടിലുള്ളവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ പഠിക്കണം. ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡെയിലി വൈസ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഒരാഴ്ചത്തേക്കും അല്ലെങ്കിൽ ഒരു മാസത്തേക്കും ഒക്കെ അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് നമ്മൾ ഇന്ന ടോപ്പിക്ക് പഠിച്ച് തീർത്തിരിക്കണം. അങ്ങനെ നമുക്ക് തന്നെ പ്രഷർ കൊടുത്ത് പഠിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കത്തില്ല നമ്മുടെ കാര്യത്തിൽ. കാരണം ഒന്നെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ വരാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് ആരെങ്കിലും ഗസ്റ്റ് വരാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ആ ടൈം ടേബിളിൻ്റെ താളം മുഴുവൻ തെറ്റിപ്പോകും. പിന്നെ തലേ ദിവസത്തെ ടൈം ടേബിൾ ഓർഡർ ആക്കാനുള്ള ശ്രമത്തിലായിരിക്കും നമ്മൾ ഇന്ന്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓവർ പ്രഷർ, ഓവർ ടെൻഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെയിലി വൈസ് ടൈം ടേബിൾ, അതെന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഞാൻ ഡെയിലി വൈസ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം, തുടക്കത്തിലൊക്കെ ഞാനും ആഴ്ചകളോളമുള്ള ടൈം ടേബിൾ അല്ലെങ്കിൽ മാസങ്ങളോളം ടൈം ടേബിൾ അല്ലെങ്കിൽ ഇന്നൊരു സിലബസ് എടുത്തിട്ട് ആ സിലബസ് ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞ് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇതൊക്കെ എനിക്ക് ഓവർ ടെൻഷൻ തന്നതല്ലാതെ ആ സമയപരിധിക്കുള്ളൊന്നും ഞാനത് പഠിച്ച് തീർത്തിട്ടില്ല. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. തുടക്കക്കാരായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരാനായിട്ടൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതൊരിക്കലും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഡെയിലി വൈസ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ഡെയിലി വൈസ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് ഒരു ദിവസം ഇത്ര സമയമാണ് പഠിക്കാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റാവുന്ന കാര്യങ്ങളുടെ കപ്പാസിറ്റി, നമുക്ക് പഠിക്കാൻ പറ്റുന്നതിൻ്റെ കപ്പാസിറ്റി ഇത്രയാണ്, ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസം എടുത്താൽ മതി. അങ്ങനെ നമ്മൾ കപ്പാസിറ്റി കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ ഡെയിലി വൈസ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇന്ന് നമ്മൾ
കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെന്ന് തീരുമാനിച്ച ടൈം ടേബിളാക്കി അത് പഠിച്ച് തീർത്തു കഴിയുമ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും. അപ്പോൾ ആ സമാധാനത്തിൽ നമുക്ക് നാളെ അടുത്ത ടോപ്പിക്ക് തുടങ്ങാം. അതിനോടിടയ്ക്ക് ഇതൊരു ദിവസത്തെ ഉള്ളത് കാരണം കൊണ്ട് നമുക്കത് എന്താ പറയണ്ടേ, രണ്ടാമത്തെ ദിവസം അതൊന്ന് റിവൈസ് ചെയ്യാനും കൂടെ സമയം കിട്ടും. പിന്നെ വീക്ക്ലി റിവിഷന് നമ്മൾ ഒരു വീക്ക്ലി വൺസ് ഒന്നും പോരാ, വീക്ക്ലി ട്വൈസ് റിവിഷന് സമയം സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ മൺഡേ ടു ഫ്രൈഡേ പഠിച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ റിവിഷന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. സൺഡേ ഒക്കെ പിന്നെ മിക്കവർക്കും ഭയങ്കര തിരക്കും ബഹളങ്ങളും ഒക്കെ ഉള്ള സമയമായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ റിവിഷന് വേണ്ടി വിനിയോഗിക്കുക. ഡെയിലി വൈസ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഡെയിലി തീരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റുമായിരിക്കും, നാളെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വരും, എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ, കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ മിക്കവാറും പനി ജലദോഷം ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അപ്പം നമ്മൾ വീക്ക്ലി ടൈം ടേബിൾ ആണെങ്കിൽ ഓർത്ത് നോക്കിക്കേ, അയ്യോ ഇന്നത്തെ പോയല്ലോ നാളത്തെ പോയല്ലോ മൊത്തത്തിൽ ടെൻഷനായിരിക്കും, ആ ഓർഡർ പോലും തെറ്റിപ്പോകും നമുക്ക്. പക്ഷേ ഡെയിലി ടൈം ടേബിൾ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇന്നലത്തെ നമ്മൾ തീർത്തല്ലോ, സെറ്റ് ആക്കിയല്ലോ, അപ്പോൾ ഇന്ന് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ എന്ന് കരുതി ഈ ദിവസത്തിന് വെറുതെ വിട്ടേക്കരുത്. നമുക്കങ്ങനെ പഠിക്കാൻ പറ്റാത്ത ഒരു ദിവസത്തിനെ നമ്മൾ തലേ ദിവസത്തെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പിന്നെ മൂന്നാമത്തെ ദിവസം നമുക്ക് പഠിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അന്ന് ഫ്രഷ് ആയിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അത് പഠിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ടെൻഷനും പ്രഷറും ഒന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡെയിലി വൈസ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പ്രാക്ടീസ് ചെയ്യണം. കറണ്ട് അഫയേഴ്സ് ഞാൻ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ടെലഗ്രാം ചാനൽസിൻ്റെ പേര് ഒന്നുകൂടെ പറയാം. CA പീഡിയ, CA ഫോളോവേഴ്സ്, പത്രവാർത്തകൾ, ഇതൊക്കെ ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, പേര് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഡെയിലി നമുക്ക് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഇടുന്നുണ്ട്. അപ്പോൾ അത് നോക്കി അത് എഴുതി തന്നെ എടുക്കുക. വെറുതെ ഫോണിൽ വായിച്ച് പോയിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ പോലെ കിടക്കുക, ഡെയിലി വന്നുകൊണ്ടിരിക്കുക ഓരോ അപ്ഡേഷൻസ്. അപ്പോൾ ചിലപ്പോൾ ഇന്നലെ നടന്നതിൻ്റെ ഒരു ബാക്കിയായിട്ട് പുതിയൊരു അപ്ഡേഷൻ ആയിരിക്കും നാളെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡെയിലി തന്നെ കറണ്ട് അഫയേഴ്സ് എഴുതിയെടുത്ത് പഠിക്കണം. ഡേറ്റ് ഇട്ട് തന്നെ എഴുതിയെടുത്ത് കറണ്ട് അഫയേഴ്സ് ഡെയിലി എഴുതണം, ഡെയിലി പഠിക്കണം. എന്നാലേ കറണ്ട് അഫയേഴ്സ് തലയിൽ നിൽക്കത്തുള്ളൂ. പിന്നെ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഫംഗ്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് തന്നെ വേണം PSC പഠിക്കാനായിട്ട് ഇറങ്ങാനായിട്ട്. എല്ലാ ഫംഗ്ഷനും എല്ലായിടത്തും ഞാൻ തന്നെ പോയിക്കൊള്ളാം എന്ന് ചാടിക്കേറിയേക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കണം. എന്തെങ്കിലും തിരക്കുണ്ടെന്നോ പറഞ്ഞാൽ നേരിക്കൊണ്ട് എല്ലാവരെയും വെറുപ്പിക്കണം എന്നല്ല, നമുക്ക് അത്രയ്ക്ക് എമർജൻസി ഉണ്ട്, അത്യാവശ്യം ഉണ്ടെന്നുള്ളിടത്ത് പോകണം. ചിലയിടത്ത് നമുക്ക് പോയാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല. ചില സ്ഥലത്ത് നമ്മൾ എന്താ പറയണ്ടേ, നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മളവിടെ വെൽക്കം ചെയ്തിട്ടില്ല എന്നുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. വെറുതെ ഫോർമാലിറ്റിക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ചെന്നാലും ചെന്നില്ലെങ്കിലും അവർക്കൊരു പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് ആ സമയം വിനിയോഗിക്കണം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പഠിച്ച ചാനൽസൊക്കെ ഏതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരൊക്കെ അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തായാലും. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ജോലി ആയോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് അങ്ങനെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ ആഗ്രഹം കാണുമല്ലോ, അവരുടെ അറിവിലേക്കായിട്ട് പറയും കേട്ടോ. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 8 months ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വേക്കൻസികളൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറേ പേർക്ക് ഞങ്ങളുടെ ലിസ്റ്റിലുള്ള കുറേ പേര് ജോലിക്ക് കയറി. അപ്പോൾ എൻ്റേതാകണമെങ്കിൽ കുറച്ചും കൂടെ ഒരു സമയം എടുക്കും. ഈ വർഷം പ്രതീക്ഷിക്കുന്നു, അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്, വേക്കൻസികൾ വരുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ ജോലി കിട്ടുമ്പം അതും എന്താ പറയണ്ടേ, ഈ ചാനലിലൂടെ തന്നെ അപ്ലോഡ് ചെയ്യാം, വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം എന്ന് കരുതുന്നു. അപ്പോൾ അത്രയൊക്കെ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടിരുന്നാൽ മതി കേട്ടോ. എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിനെ പറ്റിയിട്ടും എനിക്ക് അറിയാം എന്നൊന്നും ഇല്ല, അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ പഠിച്ച എൻ്റെ അനുഭവങ്ങളിലൂടെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ തന്നിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ, അങ്ങനെ ഒരു ടോപ്പിക്കാണ് വരുന്നതെങ്കിൽ അത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അല്ലാത്ത കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ അത് റിപ്ലൈ ആയിട്ട് തന്നെ തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ചാനലിൽ ലോങ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് PSC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ PSC നിലവിൽ പഠിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പാസ്റ്റ് കുറച്ച് അനുഭവങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അല്ലാത്ത ഇപ്പോഴത്തെ കുറച്ച് വിശേഷങ്ങളും അപ്ഡേഷൻസും, പിന്നെ നമ്മളിപ്പം റാങ്ക് ലിസ്റ്റിൻ്റെ ഹോൾഡേഴ്സ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അങ്ങനത്തെ കുറേ നമ്മൾ വേക്കൻസികൾ അന്വേഷിച്ച് പോകുന്ന കുറച്ച് വിശേഷങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നതുകൊണ്ട് മാത്രമായില്ല, ജോലിയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് കടമ്പകളുണ്ട്. ഈ എക്സാം ക്രാക്ക് ചെയ്യുക എന്നത്
ഒരു ആദ്യത്തെ ഒരു ഘട്ടം മാത്രമാണ്. ജോലിയിലേക്ക് എത്താൻ ഇനിയും കുറേ കടമ്പകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ മുൻപ് ഞാൻ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് കണ്ടിട്ടില്ല കേട്ടോ അതിനെ പറ്റിയിട്ടൊക്കെ. അങ്ങനെയുള്ള റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും വേക്കൻസി അന്വേഷിച്ച് പോകൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ വീഡിയോസ് കണ്ടിട്ടില്ല യൂട്യൂബിൽ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം ഇത് കാണുന്നവരൊക്കെ ഷോർട്ട് വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.